ഇസ്രായേൽ ഇറാനിലെ മതാധിഷ്ഠിത ഭരണകൂടത്തിന് മേൽ നടത്തിയ ആക്രമണങ്ങൾ പശ്ചിമേഷ്യയിലെ ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സമൂലനം മാറ്റിമറിക്കുക എന്ന വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടാണെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഈ ആക്രമണങ്ങളോട് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പരസ്യമായി ഇസ്രായേലിനെതിരെ രംഗത്ത് വരാതിരുന്നത് ഒരുപക്ഷെ അവരും ഇസ്രായേലിന്റെ ഈ ലക്ഷ്യത്തെ നിശബ്ദമായി പിന്തുണച്ചതുകൊണ്ടാവാം. ഇറാനിലെ ജനങ്ങൾക്കിടയിൽ പോലും ഈ ആക്രമണങ്ങളെ അനുകൂലിക്കുന്നവർ ഏറെയുണ്ടെന്നത് ശ്രദ്ധേയമാണ്. മറ്റുള്ളവരെ പോലെ എനിക്കും വളരെ സന്തോഷമുണ്ട്. സിറിയയിൽ നിന്നുള്ള 70 ലക്ഷം അഭയാർത്ഥികളിൽ ഒരാളായ നാസർ അബ്ദുൾ കരീം പറയുന്നത് ഇങ്ങനെയാണ്: ദശാബ്ദങ്ങളായി മർദ്ദനവും അടിച്ചമർത്തലും മരണവും മാത്രം സമ്മാനിച്ച ഒരു ഭരണകൂടത്തിനെതിരെ നടന്ന നീക്കങ്ങളെ സിറിയൻ ജനത സ്വാഗതം ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ദശാബ്ദങ്ങളായി പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. സിറിയയിലെ ആഭ്യന്തര യുദ്ധം ഈ സംഘർഷത്തിന് ഒരു പുതിയ മാനം നൽകി. ഞങ്ങളോട് ഇറാനും ഹിസ്ബുള്ളയും ചെയ്തത് ഭീകരമായ കാര്യങ്ങളാണ്. ഞങ്ങളുടെ വീടുകളും ഗ്രാമങ്ങളും പട്ടണങ്ങളും അവർ തകർത്തു.